ഓം നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. ആത്മഭാവങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം പുണ്യക്ഷയമുണ്ടാക്കുന്ന യാതൊന്നും ചെയ്യരുത്. നിന്ദ്യവും നീചവുമായ പ്രവൃത്തികൾ പുണ്യത്തെ ക്ഷയിപ്പിക്കുമെന്നതിനാൽ ഒരിക്കലും ചെയ്യരുത്. പ്രിയരെ, പുണ്യം തേടുകയെന്നത് മനുഷ്യന്റെ വലിയ ആഗ്രഹമാണ്. ക്ഷേത്രത്തിന് വലം വെച്ച് ശയനപ്രദക്ഷിണം ചെയ്യുന്നതും തീർത്ഥാടനം നടത്തുന്നതും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതുമൊക്കെ പുണ്യം നേടുവാനാണ്. ഏതെങ്കിലും ഒന്ന് നേടണമെങ്കിൽ അത് പുറമേയിരിക്കുന്നതാവണമല്ലോ. പുറത്ത് എവിടെയാണ് പുണ്യമിരിക്കുന്നത്? എത്ര അന്വേഷിച്ചാലും അത് വെളിയിൽ കണ്ടെത്താനാവുകയില്ല. കാരണം അകത്തും പുറത്തും ഒരുപോലെ തിങ്ങിവിങ്ങുന്ന ഒരനുഭവമാണത്. ധർമാനുഷ്ഠാനത്തിലൂടെയാണ് പുണ്യാനുഭവം ഉണ്ടാകുന്നത്. പുണ്യാനുഭവം എന്നാൽ ഞാൻ ഒന്നിൽ നിന്നും അന്യമാകാതിരിക്കുന്ന ഒരവസ്ഥയാണ്. പാപകർമ്മങ്ങൾ അഥവാ നീചകർമ്മങ്ങൾ ചെയ്ത ഒരുവന് അതിൽ നിന്ന് വിമുക്തി നേടുമ്പോൾ പുണ്യം കിട്ടുമെന്ന് ഒരു ധാരണയുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ്. ഒരു ക്ഷേത്ര ദർശനം കൊണ്ടോ ഏതെങ്കിലും ഒരു തീർത്ഥഘട്ടത്തിലെ സ്നാനം കൊണ്ടോ ചെയ്തുപോയ തെറ്റ് നീങ്ങുകയില്ല. പിന്നെ പാപനാശം എങ്ങനെയുണ്ടാകും? സ്ഥിരമായ ധർമ്മപരിപാലനവും ഈശ്വര ചിന്തയുമാണ് അതിനുള്ള മാർഗം. അന്യർക്ക് ദോഷത്തെ ഉണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയും അത് ചെയ്യുന്നാളിന് അപമാനകരമായി തീരും. അതിനാൽ അപമാനകരവും നിന്ദ്യവുമായ യാതൊരു പ്രവൃത്തിയും ആരും ഒരിക്കലും ചെയ്യരുത്. എന്തെന്നാൽ അത് പുണ്യാനുഭവത്തിനുള്ള എല്ലാ അവസരങ്ങളെയും ഇല്ലാതാക്കുമെന്നറിയണം. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാടത്ത്.